ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു എസ് എ ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് തിയറി എസ് എ ആയിട്ട് ഈ ജേണൽ എൻട്രീസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ. 3-ാമത്തെ വർഷവും അത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാലും ഒരുപാട് പേര് കമൻറ്റിലും അതുപോലെ പേഴ്സണലി മെസ്സേജ് അയച്ചുമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിങ്കിങ് ഫണ്ട് മെത്തേഡിലെ റിഡംഷൻ ഓഫ് ഡിബെഞ്ചറിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന്. ടെക്സ്റ്റിൽ അത് പ്രോപ്പറായിട്ടില്ല, അതുകൊണ്ടായിരിക്കും പലരും മെസ്സേജ് അയച്ചത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ജേണൽ എൻട്രീസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ അതിൻ്റെ എൻട്രീസ് മാത്രമാണ് പറയുന്നത്. അതോടൊപ്പം ഈ PDF, ഇതൊരു പ്രിൻറ്റഡ് PDF അല്ല, എന്നാലും ഈ ഒരു റിട്ടേൺ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ടെലഗ്രാം ഗ്രൂപ്പിൽ. ഈ ജേണൽ എൻട്രി എന്തായാലും ഒന്ന് പഠിച്ചു പോയിക്കോളൂ. ഒരു ഉറപ്പുമില്ല ഇത് ചോദിക്കും. ഇനി 2 വർഷം ചോദിച്ചു, 3-ാമത്തെ വർഷവും ഇത് എസ് എ ആയിട്ട് ചോദിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. എന്നാൽ പോലും നിങ്ങളിത് പഠിച്ചു വെക്കുക. ഇൻ കേസ് ചോദിച്ചാൽ 10 മാർക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോർ ദി എമൗണ്ട് സെറ്റ് അസൈഡ് എവറി ഇയർ, ഓരോ വർഷവും നമ്മൾ അതിൻ്റെ എമൗണ്ട് മാറ്റി വെക്കുമ്പോൾ കൊടുക്കേണ്ട ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് ഇയറിൽ വരുന്ന ജേണൽ എൻട്രി. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ആ ഒരു എൻട്രീസ്. എമൗണ്ട് സെറ്റ് അസൈഡ് എവറി ഇയർ, അതിൻ്റെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് നടത്തുന്ന സമയത്ത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ കൊടുക്കേണ്ട ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരിക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട്, അത് ഓർത്താൽ മതി. ഇനി ട്രാൻസ്ഫറിങ് ഓഫ് ഇൻട്രസ്റ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, ആ ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ദെൻ ഫോർ ആനുവൽ എമൗണ്ട് സെറ്റ് അസൈഡ്സ്, ആനുവൽ എമൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. പഠിക്കാൻ സിമ്പിളാണിത്. നിങ്ങൾ ഈ എൻട്രീസ് കുറേ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും. ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യുക, അത് അതേപോലെ ബൈ ഹാർട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ആൻസർ കീയിലുള്ള ആൻസറാണ്, അതുകൊണ്ട് ഇത് തന്നെ പഠിച്ചു വെച്ചോളൂ. ദെൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ലാസ്റ്റ് ഇയറിൽ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ദെൻ എമൗണ്ട് പെയ്ഡ് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇത്രയുമാണ് ഈ ഒരു സിങ്കിങ് ഫണ്ടിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ഇപ്പോൾ റൈറ്റ് ഡൗൺ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ചോദിച്ചാൽ ഈ എൻട്രീസ് എഴുതുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ വരുന്നത് എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സിങ്കിങ് ഫണ്ട് ആ പേരിൽ തന്നെ ഉണ്ട്, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. ദെൻ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അങ്ങനെ എഴുതിയാൽ മതി. ദെൻ വീണ്ടും ആനുവൽ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എൻഡ് ഓഫ് ദി ലാസ്റ്റ് ഇയർ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ഇത്രയും ഓർത്ത് വെക്കുക. താങ്ക് യു.